ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് എൻ്റെ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷിനെ ഈ കാണുന്ന ഒരു സൈസിൽ നിന്ന് ഈ കാണുന്ന ഒരു സൈസിലേക്ക് മാറ്റിയെടുത്തതെന്നാണ്. അപ്പോൾ ഇതൊരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബർ കമൻറ്റ് ഇട്ടിരുന്നു എങ്ങനെയാണ് എൻ്റെ റെഡ് ടെയിൽ ഇത്ര സൈസാക്കി എടുത്തതെന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാം. അപ്പോൾ ചാനലും ഗൈസ്, ഇതാണ് എൻ്റെ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ്. ആളിപ്പോൾ ഏകദേശം 10 ഇഞ്ച് വരെ സൈസായിട്ടുണ്ട്. നമ്മൾ മേടിച്ചത് ഇവിടെ അടുത്തുള്ള ഷോപ്പിലായിരുന്നു. അന്ന് ഏകദേശം 4 ഇഞ്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് തോന്നുന്നത്. കൊണ്ടുവന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് കൊടുത്തിരുന്നത് ചെമ്മീനായിരുന്നു. അതായത് ചെമ്മീൻ ഡെയിലി കൊടുക്കുമായിരുന്നു. 2 നേരം വെച്ച് നമ്മൾ ചെമ്മീൻ ഫീഡ് ചെയ്തിരുന്നു. അല്ലാണ്ട് വേറെ ചിക്കനോ അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുത്തിരുന്നില്ല. ചെമ്മീൻ മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. പിന്നെ ഏകദേശം കുറച്ച് വലുതായ പിന്നെയാണ് നമ്മൾ ചിക്കനും വേറെയുള്ള സാധനങ്ങളൊക്കെ ഫീഡ് ചെയ്ത് തുടങ്ങിയത്. അതുവരെ ചെമ്മീൻ തന്നെയായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്ത് നോക്കുക. അതായത് സൈസ് ഇത്തിരി ആവണ വരെ ചെമ്മീൻ മാത്രം കൊടുത്തു നോക്കുക. പിന്നെ നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവരുടെ എയറേഷനും ഫിൽറ്ററും. ഇവർക്ക് എയറേഷൻ അധികം ഇല്ലെങ്കിലും ഫിൽട്രേഷൻ നല്ലോണം വേണം. ഇവർ ഫ്രഷ് വാട്ടർ ഫിഷ് ആയതുകൊണ്ട് ഇവർക്ക് എപ്പോഴും നല്ല തെളിഞ്ഞ വെള്ളത്തിലാണ് കിടക്കാൻ. അതായത് ഇപ്പോൾ നമ്മൾ ഫുഡ് കൊടുത്തിട്ട് തന്നെ എന്തെങ്കിലും വേസ്റ്റ് താഴെ വരികയാണെങ്കിൽ അപ്പം തന്നെ അത് ക്ലീൻ ചെയ്ത് കളയുക. അല്ലെങ്കിൽ ചിലപ്പോൾ അത് താഴെ കിടന്ന് ആകെ ആൽഗെ ഫോം ചെയ്യാൻ സാധ്യത. ഞാനിപ്പോൾ ഇവിടെ 2 എയറേഷനും പിന്നെ 1 എയറേഷനും വിത്ത് ഫിൽറ്ററുമാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ 2 എയറേഷൻ വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് വെക്കുന്തോറും നമ്മൾ എയറേഷൻ കുറച്ച് കൂടുതൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് വെച്ച് കൊടുത്തേക്കുന്നത്. ഇത്തിരി കൂടി വലിയ ഫിൽറ്റർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ നമ്മൾ വീക്കിലി അവരുടെ ടാങ്കിൻ്റെ അടിയിലത്തെ വേസ്റ്റ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളയാറുണ്ട്. ഇപ്പോൾ നമ്മൾ 2 എയറേഷൻ ഫിൽറ്ററും വെച്ചേ പിന്നെ അങ്ങനെ മാറ്റേണ്ടി വന്നിട്ടില്ല. ചെറിയ സൈസിലൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്തായാലും ആഴ്ചയിൽ അതിൻ്റെ വേസ്റ്റ് ഒക്കെ എടുത്ത് കളയണം. പിന്നെ ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഇവർ പെട്ടെന്ന് ഗ്രോത്ത് വയ്ക്കുന്ന ഫിഷസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനനുസരിച്ചുള്ള ടാങ്ക് സെറ്റപ്പ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. എനിക്കിപ്പോൾ ഇതിന് ഇത്തിരി കൂടി വലിയ ടാങ്ക് ആക്കണമെന്നുണ്ട്. ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ ഇതിൽ ഇട്ടേക്കുന്നതാണ്. ഇവരുടെ ഗ്രോത്തിനനുസരിച്ച് നമ്മൾ അവരുടെ ഫീഡും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഇപ്പം ഞാൻ ചെറിയ ചെമ്മീനായിരുന്നു ആദ്യം കൊടുത്തിരുന്നത്. ഇപ്പം ഞാൻ കുറച്ച് വലിയ ചെമ്മീനാണ് മേടിക്കുന്നത്. പിന്നെ ചിക്കൻ അങ്ങനെ ഞാൻ കൊടുക്കാറില്ല. ചിക്കൻ വീട്ടിൽ വല്ലപ്പോഴും മേടിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ലിവറൊക്കെ എടുത്ത് കൊടുക്കുന്നല്ലാണ്ട് അങ്ങനെ അധികം കൊടുക്കാറില്ല ഇവിടെ. പിന്നെ മീൻ മേടിക്കുമ്പോൾ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് നല്ലോണം ക്ലീൻ ചെയ്ത് കൊണ്ടിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇവർ നല്ല പെട്ടെന്ന് നമ്മളായിട്ടൊക്കെ ടേംഡ് ആവും. അതായത് നമ്മുടെ ഹാൻഡ് ഫീഡൊക്കെ എടുക്കും. അങ്ങനെയൊക്കെ നല്ല ടൈംഡ് ആവുന്ന ഫിഷസ് ആണ്. നമുക്ക് അത്യാവശ്യം പെറ്റായിട്ട് തന്നെ വളർത്താവുന്ന ഒരു ഫിഷസ് ആണ് ഗൈസ്. ഇനി ഇവരുടെ കൂടെ വേറെ ഫിഷസിനൊന്നും ഇടാൻ പറ്റില്ല. ഏകദേശം ഇവരുടെ സൈസുള്ള ഫിഷസിനെ തന്നെ ഇട്ടാൽ തന്നെ ഇവർ നല്ലോണം അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവൻ അത്ര അഗ്രസീവ് അല്ല. എന്നാലും ഞാൻ ചെറിയ ചെറിയ ഗപ്പീസിനെയൊക്കെ ഒരു ഇടയ്ക്ക് ഇട്ട് നോക്കിയിരുന്നു. പക്ഷെ പിറ്റേ ദിവസം ആകുമ്പോഴത്തെ ഒരു ഗപ്പീനെ പോലും കാണാറില്ല. ഒക്കെ കഴിച്ച് തീർത്തുണ്ടാവും. പിന്നെ നമ്മൾ ടാങ്കിൻ്റെ അടിയിൽ അധികം കല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇവർ കൂടുതൽ അലങ്കോലാക്കുന്ന ഒരു ടൈപ്പാണ്. പിന്നെ നമുക്ക് ക്ലീനിങ്ങിനും കുറച്ച് ടഫാണ്. ഞാനിപ്പോൾ ഏകദേശം ഇത്രയും സൈസൊക്കെ എത്തിയ പിന്നെ 1.5 ടൺ ഫീഡ് ചെയ്യാറ്. അതായത് ഒരു ദിവസം ഒരു നേരം നല്ലോണം ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കൊടുക്കില്ല. അതിൻ്റെ പിറ്റേ ദിവസമാണ് പിന്നെ ഫീഡ് ചെയ്യാറ്. ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വളർത്താവുന്നുള്ളൂ ഇവരെ. പിന്നെ ഇത് ഞാൻ മുഴുവനായിട്ടും എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്.